Hey guys, welcome back to my channel. Guys, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബൈക്സിൻ്റെ മോട്ടോർ ഇഗ്നിഷൻ കീ കേടായി കഴിഞ്ഞാൽ എങ്ങനെ മാറ്റും എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ബജാജ് ഡിസ്കവർ 100 ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇഗ്നിഷൻ കീ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, കേടായിരിക്കുകയാണ്, ഇത് ഓണാവുന്നില്ല. അപ്പോൾ ഇത് മിക്കവാറും ഉള്ള ബജാജിൻ്റെ വണ്ടിയിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ്. വണ്ടി കുറച്ചൊന്ന് പഴക്കം ചെന്ന് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇതിൽ വെള്ളവും ബാക്കി പൊടിയൊക്കെ കയറിയിട്ട് കീ സെറ്റ് കേടാവും. ചില കേസിൽ നമ്മളത് ശരിയാക്കി എടുക്കാൻ പറ്റും, ചില കേസിൽ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ കേസിൽ നമ്മൾ കീ സെറ്റ് ഫുള്ളായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളും കാണുക. കൂടാതെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഗൈസ്. അപ്പോൾ ഈ കേസിൽ ചില കേസിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം തന്നെ വണ്ടി ഒരു ചെറിയ കുഴിയിലൊക്കെ വീണ് കഴിയുമ്പോൾ വണ്ടി പെട്ടെന്ന് ഓഫായി പോകും. നമ്മൾ വിചാരിക്കും സ്പാർക്ക് പ്ലഗിൻ്റെ ഇഷ്യൂ ആണ്, കാർബറേറ്ററിൻ്റെ ഇഷ്യൂ ആണ്. അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ അത് കീ സെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും. കാരണം കട്ടറിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വരുമ്പോൾ കീ സെറ്റ് ലൂസായി അങ്ങ് ഓഫായി പോകും, വണ്ടിയുടെ ഇഗ്നീഷൻ ഓഫായി പോകും കറണ്ട് വരാതെ. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്യൂ നിങ്ങൾക്ക് ഈ കീ സെറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അനുഭവപ്പെടും. സോ കീ സെറ്റ് മാറുന്നത് സിംഗിളായിട്ട് നമുക്ക് ഇവിടുത്തെ കീ സെറ്റ് മാത്രം മാറാൻ പറ്റത്തില്ല. കീ സെറ്റ് മാറുമ്പോൾ അതിൻ്റെ കൂടെ താക്കോലും ഈ സൈഡ് പാനലിലെ കീ സെറ്റ്, പിന്നെ സീറ്റിൻ്റെ കീ സെറ്റ്, ടാങ്കിൻ്റെ അടപ്പിൻ്റെ കീ സെറ്റ്, ഇതെല്ലാം കൂടെ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ബജാജ് 100ൻ്റെ കീ സെറ്റ്. ഇത് നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കീ സെറ്റ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കവർ 100 ഒരു ട്രിക്കി ബൈക്കാണ്. ഹെഡ്ലൈറ്റ് ഊരാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ കീ സെറ്റ് മാറാൻ വേണ്ടി എല്ലാം ഇളക്കേണ്ടി വരത്തില്ല. ജസ്റ്റ് 2 സിമ്പിൾ ഈ മീറ്ററിൻ്റെ അടിയിൽ വരുന്ന ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇവിടെ വരുന്ന ഒരു 10ൻ്റെ 2 നട്ട് വരും. അതാണ് ഈ മീറ്റർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയും വരും. ഈ 2 നട്ടും ഇതുപോലുള്ള ഒരു 10ൻ്റെ ടീ സ്പാനർ യൂസ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ മീറ്റർ കൺസോള് നമുക്ക് ഇളക്കി പുറത്തോട്ട് വയ്ക്കാൻ പറ്റും. അതിനൊപ്പം തന്നെ ഈ ഹെഡ്ലൈറ്റും ടിൽറ്റ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കാൻ പറ്റും. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ടിൽറ്റ് ചെയ്യുന്ന ഈ ഒരു 8 mm നട്ടും കൂടെ ലൂസായി കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിനെ നമുക്ക് കുറച്ചൊന്ന് ചരിച്ച് വയ്ക്കാൻ പറ്റും. ആ ഗ്യാപ്പിൽ നമുക്ക് കീ സെറ്റ് മാറാം. സോ ഗൈസ്, അങ്ങനെ ഒരു ടീ സ്പാനുണ്ട്. നമുക്ക് ഈ നട്ട് ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും. അപ്പുറ സൈഡിലെ നട്ടിളവി, ഇനി ഇതുപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. പതുക്കെ ഈ ഓറൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ടീ സ്പാനർ കയറ്റി ഇളക്കാൻ പറ്റും. ഇളവി ഗൈസ്, അങ്ങനെ നമ്മൾ മീറ്ററിൻ്റെ ആ 2 നട്ട് ഊരി കഴിഞ്ഞാൽ അതാണ്ട മീറ്ററിങ് ഇളകി വരും. ജസ്റ്റ് ഒന്ന് പൊക്കിങ് എടുത്താൽ മതി. ഇത് കഴിയുമ്പോൾ ഗൈസ്, ഈ താഴത്തെ ഈ നമ്പർ ബോർഡിൻ്റെ ഈ ഒരു 10ൻ്റെ സ്ക്രൂവും കൂടെ ഇളകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് കുറച്ചും കൂടെ താഴോട്ട് ചരിക്കാൻ പറ്റും, ഇളക്കാതെ തന്നെ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹെഡ്ലൈറ്റ് ഇളക്കാതെ തന്നെ അസംബ്ലി ഫുള്ളായിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കീ സെറ്റ് ഇളക്കിയെടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഡിസ്കവറിൽ ഈ ഹെഡ്ലൈറ്റ് ഊരുന്ന കാര്യം കുറച്ച് കൺഫ്യൂസിങ്ങും പാടുമാണ്. കാരണം ഇതിൽ ഒരുപാട് നട്ടും സ്ക്രൂസും ബോൾട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതെല്ലാം ഇളക്കിയാലേ ഇളക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല, ജസ്റ്റ് ഇവിടെ ഈ സെറ്റ് മീറ്റർ സെറ്റും ഹെഡ്ലൈറ്റും ഇവിടെ വച്ചിരിക്കുന്ന ഈ അടിയിലത്തെ 2 10ൻ്റെ ബോൾട്ട് ഇളകി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഇളകി വരും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റും വേണമെങ്കിൽ മാറാൻ പറ്റും. സോ ഗൈസ്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സൈഡ് കവറിൽ വരുന്ന ഈ ഒരു കീ സെറ്റും കൂടെ മാറണം. അത് നമുക്ക് ഫസ്റ്റ് ഇത് മാറിയിട്ട് അത് ഇളക്കാം. അതും ടാങ്കിൻ്റെ കീ സെറ്റും കൂടെ ലാസ്റ്റ് മാറാം. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ ഫുള്ളും കാണുക. സോ അങ്ങനെ നമ്മൾ ഇത് ഊരിയതിന് ശേഷം ഇപ്പോൾ ഇനിഷ്യൽ കീ സെറ്റ് ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതല്ല, ഞാനൊരു റാച്ചറ്റാണ് എടുത്തേക്കുന്നത്. അപ്പം കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പുറത്തെ സൈഡിൽ ഇളകണം. കീ സെറ്റ് ഫുള്ളായിട്ട് ഇളകിയായിരുന്നു. ഇങ്ങനെ ഒരു റാച്ചറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടീ സ്പാനർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കീ സെറ്റിൻ്റെ വയറിങ് അത് ഈ
ബൈക്കിൻ്റെ വയറിങ് ഹാർനസ് നിന്ന് അൺകപ്പിൾ ചെയ്യുക, ഊരിങ്ങെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഫ്രണ്ടിലെ കീ സെറ്റ് ഡിസ്കവറി നിന്ന് ഊരിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുതിയ സെറ്റ് ഫിറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് കീ സെറ്റിൽ വരുന്ന കാര്യങ്ങൾ അൺബോക്സ് ചെയ്യാം. ഇതാണ് പാക്കറ്റ്. ഇത് മിൻഡയുടെയാണ്, സ്പാർക്ക് മിൻഡ. നല്ല ക്വാളിറ്റി സാധനമാണ്. മിൻഡ തന്നെ OEM ആയിട്ട് എല്ലാ ബൈക്കുകളുടെയും കീ സെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വിലയും കുറവാണ്. ഏകദേശം 734 രൂപ വരത്തുള്ളൂ. ഈ സെറ്റിൻ്റെ അകത്ത് ഇഗ്നീഷൻ കീ വരും, ടാങ്കിൻ്റെ കീ വരും, പിന്നെ സൈഡ് കവറിൻ്റെ കീയും പുതിയ കീയും വരും. നമ്മളെ കീ എൻ്റെറായിട്ട് മാറും, പുതിയ കീ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കീ സെറ്റിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. പഴയ ഇളക്കിയ പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇനി നമുക്ക് പുതിയ കീ സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ കീയുടെ കണക്ഷൻ പഴയതുപോലെ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓൺ ആവുന്നുണ്ടോ ഇല്ലേ. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ന്യൂട്രലിൻ്റെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഓണും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടാവുന്നുമുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരെ പഴയതുപോലെ അങ്ങ് ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റ് ചെയ്യാൻ ഫെയർലി സിമ്പിളാണ്. നമ്മൾ പഴയ കീ സെറ്റ് എങ്ങനെയാണോ ഇളക്കിയത് അതുപോലെ തന്നെ റിവേഴ്സായിട്ട് അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അങ്ങനെ ഫ്രണ്ടിലത്തെ കീ സെറ്റിൻ്റെ പണി കഴിഞ്ഞ് ഇനി നമുക്ക് സൈഡ് കവറും ടാങ്കിലെ കീ സെറ്റും കൂടെ മാറാം. അത് സിമ്പിളാണ്. ശരിക്കും നമ്മൾ വയറിങ് ഹാർഡ്നെസ്സൊക്കെ സേഫായിട്ട് വെച്ചിട്ട് പഴയതുപോലെ നമ്മൾ എങ്ങനെയാണോ ഇളക്കിയത് അതുപോലെ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇളക്കിയ രീതി സിമ്പിളാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് ഇഷ്യൂ ഒന്നും വരത്തില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇളക്കേണ്ടി വരത്തില്ല. ജസ്റ്റ് ഈ മീറ്റർ കൺട്രോൾ അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി. സെറ്റായി. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സൈഡ് പാനൽ മാറാം. തുറന്നെടുത്തിട്ട് ഇവിടെ ഒരു വാഷറുണ്ട്. ആ വാഷർ ഊരി കഴിയുമ്പോൾ ഇവിടെ ഒരു നട്ട് കാണും. ആ നട്ട് പതുക്കെ ഇളക്കിയാൽ മതി. സിമ്പിളായിട്ട് ആ കീ സെറ്റ് അങ്ങ് മാറാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് പുതിയ കീ സെറ്റ്. അപ്പോൾ അതിൽ നട്ട് വരുന്നുണ്ട്. ആ നട്ട് ഊരി എടുത്തിട്ട് തിരിച്ച് കയറ്റി നട്ട് മുറിയാൽ മതി. സിമ്പിൾ. എന്നിട്ട് ഈ വാഷർ വെള്ളം കയറാതിരിക്കാനാണ് ഇടുന്നത്. അപ്പോൾ അത് തിരിച്ചിടാൻ മറക്കല്ല്. ഗൈസ്, ഇനി എങ്ങനെ ടാങ്കിൻ്റെ കവർ മാറണം. അതിനുവേണ്ടി പഴയ കവർ ഇളക്കിയെടുക്കണം. ഇവിടെ രണ്ട് സ്റ്റാറിൻ്റെ നട്ട് വെച്ചിട്ടാണ് ഈ കവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാറിൻ്റെ രണ്ട് ചെറിയ നട്ടിളകി കഴിഞ്ഞാൽ ഈ കവർ ഈസി ആയിട്ട് വെളി വരും. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതൊക്കെ ഊരിയെടുക്കുക. ഈ നട്ട് ഉള്ളി പോവാതെ സൂക്ഷിക്കണേ. ഈ നട്ടൊന്നും ടാങ്കിൻ്റെ ഉള്ളിൽ പോവാതെ സൂക്ഷിക്കണം. അങ്ങനെ പഴയ കീ സെറ്റ്. ഇനി ജസ്റ്റ് പുതിയതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് കണ്ടൻറ്റ് ഗൈസ്. ഇങ്ങനത്തെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും പാടാണ്. അപ്പോൾ ആ എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. അത് മനസ്സിലാക്കി പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ്. അപ്പോൾ ഇത്രയും ഈ 3
മാറിയാലേ നിങ്ങൾക്ക് പുതിയ കീ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പഴയ കീയും പുതിയ കീയും കൊണ്ട് നടക്കണം, ഏതെങ്കിലും ഒന്ന് മാത്രം മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ കീ സെറ്റ് മാറുമ്പം ഇതൊരു സെറ്റായിട്ടാണ് ഈ മൂന്നും മാറേണ്ടത്. അതിപ്പം ഏത് വണ്ടി ആയാലും ശരി തന്നെ ഈ കീ സെറ്റ് മൊത്തത്തിൽ ഒരു സെറ്റായിട്ടാണ് വരുന്നത്, ടാങ്കിൻ്റെയും സീറ്റിൻ്റെയും സൈഡ് പാനലിൻ്റെയും ഇഗ്നീഷൻ്റെയും. സോ ഇങ്ങനെയാണ് കീ സെറ്റ് മാറുന്ന പ്രോസസ്സ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ഇതാണ്, നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീയും കിട്ടും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് പാനലെല്ലാം ഫിറ്റ് ചെയ്യണം. കവറൊക്കെ കളയാം. ഇനി നമുക്ക് പുതിയ കീ സെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളി. ഇതിൽ 2 കീ വരും. ഒന്ന് നിങ്ങൾക്ക് റിസർവ് കീ ആയിട്ട് യൂസ് ചെയ്യാം. ഓണായി. സോ ഗൈസ് അങ്ങനെ നമ്മളെ കീ സെറ്റ് പുതിയതിട്ട് എല്ലാം ഫിക്സ് ചെയ്തായിരുന്നു. പഴയ കീ സെറ്റ് ദാടപ്പുണ്ട്, മാറിയിട്ട് ഇതെല്ലാം പുതിയതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ അറിയാലോട്ടിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് കണ്ടന്റ് ഗൈസ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷനും എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കുക. സോ ദിസ് മിഥുൻ സെയിങ് ചാവ്. സീ യു ഗൈസ് ഇൻ സം അതർ വീഡിയോ. ബൈ ബൈ.